ബീൻസും ക്യാരറ്റും എല്ലാം എടുത്തിട്ടുള്ള ഒരു വിഭവം രാത്രി കടലാണൻ വേറെ ലെവലാണ്. ഇന്ന് നമ്മുടെ വലയിൽ ചൂരയുടെ കൂട്ടം തന്നെയാണ് കയറിയത്. കടലിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ മീനിലിട്ടാ ഞങ്ങൾ കൂട്ടാറ്. ഇടയ്ക്ക് ഇതുപോലത്തെ പച്ചക്കറികളും കൂട്ടാറുണ്ട്. നമസ്കാരം, ഗില്ലൻ ബോട്ട് ഫിഷിംഗ് ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ വല മൊത്തത്തിൽ പിരിഞ്ഞാണ്ട വന്നത്. ഒരു കണക്കിനാണ് ബോട്ടിലേക്ക് വലിച്ചു കയറ്റിയത്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് ഒരു 50 നോട്ടിക്കൽ മൈൽ മാറിയാണ് നമ്മ അടുത്ത വലയിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കണേട്ടാ. അപ്പൊ രാത്രിയിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു തോരനാണ് നമ്മുടെ നാഗരാജൻ ഇന്ന് റെഡിയാക്കുക. എല്ലാ ദിവസവും ഒരേ മീൻ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു മടുപ്പ് തോന്നും. നമുക്ക് കൂടുതൽ ദിവസങ്ങളിൽ ചൂര കേരയൊക്കെ ആയിരിക്കുള്ളൂ, കൂടുതലും റെഡ് മീറ്റ് ഉള്ള മീൻ. ഓവറായിട്ട് റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ഒക്കെ ചിലപ്പോൾ ഹൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ പച്ചക്കറികളും ട്രൈ ചെയ്യൂട്ടോ. അപ്പോൾ ഇത്ര നാളേക്ക് ഇതെങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്ന് പലരും ചിന്തിക്കും. ഇത് ചീത്തായി പോവില്ലെന്ന് ചിന്തിക്കും. നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമിൽ ഐസിന്റെ മുകളിൽ നല്ല പക്കാ സേഫായിട്ട് തക്കാളിയും അതുപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ പച്ചക്കറി എല്ലാം ചീത്താവാതിരുന്നോളൂട്ട്. വല്ലപ്പോഴൊക്കെ അപൂർവമായിട്ടാണ് ബോട്ടിൽ പാരുമീൻ തന്നെ, അതായത് നമ്മുടെ ഈ വറ്റ, പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ കിങ് ഫിഷും കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ചാണ്. പിന്നെ നമ്മൾ കൂടുതലും ഈ ബോട്ടിൽ പോകുമ്പോൾ കഴിക്കണത് ചൂര, കേര, പിന്നെ ഈ പന്നിക്കോലാൻ, അതുപോലെ തന്നെ കട്ടക്കൊമ്പനൊന്നും എടുക്കില്ല, ഭയങ്കര സൈസുള്ള മീനായിരിക്കുള്ളൂ എല്ലാം. പിന്നെ നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഈ ചെങ്കവർ അല്ലെങ്കിൽ മാഹി എന്ന് പറയുന്ന ഫിഷാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. എപ്പോഴും ചൂര കേരയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെ തേങ്ങയെല്ലാം ചേർത്ത് നമ്മുടെ ബീൻസും ക്യാരറ്റും മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാഗരാജനെ. രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ഇതാണ് നമുക്കിന്ന്. 1.5 സെറ്റ് വലയോളം കുടുങ്ങി വന്നിരുന്നല്ല, അതിനകത്ത് പാതി നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ഇതേ കടലിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുന്ന കാണുന്ന ഇതുപോലെ വല കടലിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ട് ജസ്റ്റ് ഒന്ന് ഗിയർ തട്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലയുടെ കണ്ണിന്റെ ഇടയിൽ നമ്മുടെ വിരള് കുടുങ്ങി കഴിഞ്ഞാൽ സരോവിന് പറ്റിയ പോലെ ആവട്ടെ. ചില സമയങ്ങളിൽ ഇങ്ങനെ കുടുങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈ അങ്ങോട്ട്, ചില സമയങ്ങളിൽ ഇങ്ങനെ കീറി അങ്ങോട്ട് പോകും. ഇങ്ങനെയും ചില ആക്സിഡന്റുകൾ ബോട്ടിൽ സംഭവിക്കാറുണ്ട്. അൻപന്റെ മീശ ട്രിം ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇത് നോക്കിയേ, സുന്ദരനായിട്ട് ഇപ്പൊ ചിരിയൊക്കെ നോക്കിയേ. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രാത്രി സമയത്ത് നമുക്ക് മര്യാദക്കുള്ളൊരു സൺസെറ്റ് അല്ലെങ്കിൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൺറൈസ് ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല. കാറ്റും കോളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ആഴക്കടലിലേക്ക് വരാൻ നേരത്ത് ഏറ്റവും കാണാൻ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്നാണ് ഈ സൺറൈസും അതുപോലെ സൺസെറ്റും. പിന്നെ ഈ രാത്രിയിൽ ഇഷ്ടം പോലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. പറഞ്ഞ സമയം കൊണ്ട് രാത്രി ഒരു 8:30 ആയപ്പോഴേക്കും വല ഇളക്കി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അങ്ങനെ നാഗരാജന്റെ അടുത്ത് സരോണെന്നുണ്ടെങ്കിൽ കൈക്ക് എന്ത് പറ്റിയാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേണ്ടി കാണുന്നത്. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഉറക്കമാണ്. ഒരു 10-11 മണി 12 മണിയാകുമ്പോഴേക്കും വല പിടിക്കാനായിട്ട് തുടങ്ങൂട്ടെ. ദൈവം സഹായിച്ച് ഇന്ന് രാത്രി മഴക്കാരൊന്നും ഇല്ലട്ട, ഒരു തെളിവ് കാണുന്നുണ്ട്. സാധാരണ രാവിലേക്ക് ഇങ്ങനെ ഇരുണ്ട് നിന്നിട്ട് രാത്രിയാണ് മഴ തകർക്കണത്. പക്ഷെ ഈ പ്രാവശ്യം ഒരു തെളിവ് കാണുന്നുണ്ട്. മുകളിലേക്ക് നോക്കാൻ നേരത്ത് നക്ഷത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിന്നിക്കളിക്കണാണ്. കുറച്ചേരം കൂടി നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടെ. സത്യത്തിൽ ഈ 2-3 ദിവസമായിട്ട് ഇതുപോലെ ചന്ദ്രനും നക്ഷത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതേ ഫുള്ള് മഴക്കാരായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ ചന്ദ്രൻ, ഫുൾ മൂണല്ല, ഹാഫ് മൂൺ വന്നിട്ടുണ്ട്, പിന്നെ സ്റ്റാറും വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഡീപ് സീലാണ്. ഇപ്പൊ വലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പാരച്യൂട്ട് സീ ആങ്കർ ഇട്ട് കിടക്കേണ്ട. കാണിച്ചുതരാം. ലുക്ക് അറ്റ് ദാറ്റ്. റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് കടലിൽ. സ്റ്റാർസ്. പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മഴക്കാർ കയറി വന്നിട്ടുണ്ട്. മലമുകളിലുള്ളവർക്കും അതുപോലെ കടലിൽ വന്നവർക്കൊക്കെ സ്റ്റാർസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം പൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവമില്ലാത്ത സ്ഥലങ്ങളാണല്ലോ ഇത് രണ്ടും. ഫുള്ള് ക്ലിയർ ആയിരിക്കുള്ളൂ. പൊല്യൂഷൻ ഇല്ലാത്തതിൻ്റെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഫോണിൽ നിങ്ങൾ എത്രത്തോളം കാണണ്ടെന്നറിയില്ല. പക്ഷേ ഈ ഫോണിൽ ഇതുപോലെ കാണണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്തായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. കണ്ണിൽ കാണുന്ന കാഴ്ച ഫോണിൽ പകർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ വളരെ സത്യമാണ്. നോക്കി, ഫുള്ള് സ്റ്റാർസാണ് ചുറ്റും. സാധാരണ ഞങ്ങൾ ബോട്ടിന് പുറത്താണ് കിടക്കാറ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഫുള്ള് വല കിടക്കണതിൻ്റെ പേരിൽ കിടക്കാൻ പറ്റണില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ മഴയൊക്കെ അതിൻ്റെ പേരിൽ വെളുപ്പിനൊക്കെ ഇരിക്കുള്ളൂ പെട്ടെന്നൊരു കൊടുങ്കാറ്റും മഴയൊക്കെ വന്നത്. ഇതിപ്പോൾ ഇന്ന് കുറച്ച് തെളിവാണുള്ളൂ. ഇന്ന് മാത്രമാണ് കുറച്ച് തെളിവുണ്ടായേക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുള്ള് കാറ്റൊക്കെ ആയിരുന്നു. ഇത് കണ്ട, നോക്കി സ്റ്റാർസ് നോക്കി.
നക്ഷത്രങ്ങൾ തിളങ്ങി മിന്നുന്നു. ദേ ഈ ഒരു കാഴ്ച നോക്കിയേ. ഇപ്പൊ നിലവിലെല്ലാവരും കിടന്നുറങ്ങിയാണ്. ആ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്താണ്ട. ഭയങ്കര സൈലന്റ് ആണ്. ആകെ കേൾക്കണ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിര വന്നിട്ട് ബോട്ടും അടിക്കണ ഒച്ചയും, അതുപോലെ തന്നെ ബോട്ട് ഇങ്ങനെ ചരിയുമ്പോ ബോട്ടിൽ നിന്ന് തന്നെ വന്നെ ഓരോരോ സൗണ്ടുകളാണ് ഈ കേൾക്കണത്. അപ്പൊ നിങ്ങൾ ആ സൗണ്ട് ഒന്ന് കേട്ടോ. ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് ഒക്കെ ആണെങ്കിൽ അത്രയും നല്ല. അടുക്കടലിൽ ബോട്ടിന്റെ എഞ്ചിൻസ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ട് ഈ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെല്ലാം ആസ്വദിച്ച് ഒരു ചെറിയൊരു ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സമാധാനം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. 12 മണിയോടുകൂടി നമ്മൾ വലെടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് 11:30 അലാറം വെച്ചിരുന്നത്. പക്ഷെ എല്ലാവരും എണീറ്റ് വന്നപ്പോഴേക്കും ആ ഒരു സമയമായിട്ടാണ്. ആദ്യത്തെ സെറ്റ് വല തന്നെ ഒരു 4-5 ചൂരടുപ്പിച്ച് തന്നിട്ടാണ്. ഏകദേശം ഒരു 5-6 കിലോ സൈസ് ഉണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ചെറിയ പണി ഇവിടെ നടക്കേണ്ടെന്ന്. കാരണം ഞങ്ങൾ ഇവിടെ വലയിടാൻ കാരണം ഇഷ്ടം പോലെ ഡോൾഫിൻസ് ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഇവിടെ വലയിട്ട്. ഡോൾഫിനുള്ളിടത്ത് ചൂരയും കയറിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ തകർക്കും. ആദ്യത്തെ സെറ്റ് വലെടുത്ത് തീരണേനെ ഒരു 10-25 ചൂരയും അതുപോലെ ഒരു ഓലക്കൊടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ ഇട്ട സ്ഥലത്ത്, അതായത് വലയിട്ട സ്ഥലത്ത് മീനുണ്ടെന്നുള്ളതാണ്. ഇത് കണ്ട വല പിടിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഒരു 2-3 ഡോൾഫിൻസ് നമ്മുടെ ബോട്ടിന്റെ സൈഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലെന്നാവോ, തെരണ്ടി ചെറുതൊരെണ്ണം വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവന്മാര് നമ്മുടെ വലയിൽ കുടുങ്ങുമെന്ന് നോക്കും. കുടുങ്ങില്ല, ഉടുക്കത്തെ ബുദ്ധിയുണ്ട. കാരണം വല കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് കുടുങ്ങില്ലടാ. മീൻ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് പണിയെടുക്കാനായിട്ട്. എല്ലാവരും ചാടിക്കും. മീൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ വല പിടിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. എല്ലാവർക്കും ബോറടി ആയിരിക്കുള്ളൂ. പക്ഷെ മീൻ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോണറിയില്ല, ഉറക്കം വരില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കാരണം കരയിൽ ചെന്ന് കഴിയുമ്പോൾ ഈ മീൻ വിറ്റിട്ടുന്ന ഷെയറിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ നിൽക്കോട്ടെ. അപ്പൊ 7 കിലോ സൈസുള്ള ചൂരയാണ് നമുക്ക് കൂടുതലും വന്നിട്ട്. നോക്കിയേ, കണ്ടാ വന്നോക്കിയ മീൻ അടിച്ച് ലോഡായി വന്നേണ്ട. ചില സമയങ്ങളിൽ ഇങ്ങനെ മീൻ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പൊക്കി കയറ്റാൻ പറ്റില്ല. നമ്മ പ്രതീക്ഷിക്കണമെങ്കിൽ അപ്പുറം ഒരു മീൻ വലയിൽ കുടുങ്ങി കിടക്കണം. അതും 7 കിലോ സൈസുള്ള ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ട ഒരു മാല പോലെ ഇങ്ങനെ കുടുങ്ങി കിടക്കണണ്ട. ഇത് കുടുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഈ സാധനം ചത്തുപോകും. അതുകൊണ്ട് തന്നെ ഉടുക്കത്തെ വെയിറ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് പൊക്കി കയറ്റാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് വല കടലിലേക്ക് കളഞ്ഞിട്ടുണ്ട്. മീൻ ഒരുപാട് കയറിയിട്ട് നമുക്ക് പൊക്കി കയറ്റാൻ പറ്റാണ്ട്. അപ്പൊ ഇതെല്ലാം ഏകദേശം ഒരു 6-7 കിലോ സൈസുള്ള ചൂരയുണ്ട നമ്മുടെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം. ബീഞ്ചിലടിച്ചെടുക്കാൻ പറ്റില്ല, കുറെയൊക്കെ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് നമ്മ വല പുറത്തെടുത്തിട്ട് വല കൈ കൊണ്ട് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കണേണ്ടി കാണാം.
ഒരു 10-15 ചൂരോളം ആ വലയിനകത്ത് ഒറ്റ സ്ട്രെച്ചിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനെല്ലാം വലയെന്ന് ഊരിയെടുത്തിട്ട് ഇവിടെ ഇടുന്നുണ്ട് നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമിന്റെ മുകളിലായിട്ടേക്കാണ്. പെട്ടിയിലേക്ക് ഇറക്കിയിട്ടില്ല. പൈസ് പെട്ടിയിലേക്ക് ഇപ്പൊ ഇറക്കും. കാരണം നല്ല ഫ്രഷ് സാധനം അതിന്റെ പേരിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള വില നമുക്ക് കിട്ടോട്ടെ. കിലോ 100 രൂപക്ക് മേളിൽ ചൂരക്ക് വിലയുണ്ടെന്ന് പറയുന്നത്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണ്ണാണ്ടാ പറയണത്. ഇത്ര ടൺ മീൻ പിടിച്ചെന്നാണ് പറയണത്. നമ്മ ബോക്സും അതുപോലെ ഇത്ര കള്ളി ഉണ്ടെന്ന് പറയാൻ നേരത്ത് ഇവര് പറയണത് ഇത്ര ടൺ മീൻ പിടിച്ചിട്ടുണ്ടെന്നാണ്ട്. അടിയുന്നേ മീൻ വരണത് നമുക്ക് കാണാൻ പറ്റും. വലയിൽ കുടുങ്ങി കിടക്കണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കൂടാ. അത് മാത്രമല്ല ഈ വീഞ്ചിൽ ഇങ്ങനെ എടുക്കാൻ നേരത്ത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ചില മീനുകളുടെ വാലെല്ലാം ഒടിഞ്ഞു. മാക്സിമം നമ്മ ഒടിയാത്ത രീതിയിൽ നല്ല പക്കയായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാനൊക്കെ നോക്കും. എന്നാലും ചിലതെല്ലാം ഒടിഞ്ഞു കൂടാ. ഒടിഞ്ഞെന്നും പറഞ്ഞ് അത് നേരെ SP യിലേക്ക് പോകില്ല. SP എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്പയിലേക്ക് പോകില്ല. ഒടിഞ്ഞു പോയി കഴിഞ്ഞാലും അത് നല്ല മീനിന്റെ കൂട്ടത്തിലെ അവർ വിടുകൊള്ളട്ടെ. നോക്കി നമ്മുടെ പറച്ചാളഞ്ഞ് നോക്കിയിടക്കേണ്ട. അതിനെ നോക്കിയിട്ട് കിട്ടിക്കഴിയുമ്പോ കഴിക്കാൻ നേരമാകുമ്പോ എന്ത് ചെയ്യും? അത് പറന്നളയും. ഇപ്പൊ ഒരെണ്ണം പറന്നു അതുപോലെ വലയെ കയറൂലും മരന്തോരുണ്ടെങ്കിലും ബുദ്ധിമാന്മാര്. തൊട്ടടുത്ത് ഇവിടെ വല പോയിട്ടുണ്ടെങ്കിലും വലയെ കയറൂല. അതിനുള്ള നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചൂരിങ്ങനെ അടിച്ചോണ്ടിരിക്കണതിന്റെ പേരില്ലേ ഇഷ്ടം പോലെ ഉണ്ട്. ഫ്ലൈയിങ് ഫിഷ് ഓണുണ്ട്. ഇതാണ് ഫ്ലൈയിങ് ഫിഷ്. വെള്ളത്തിന്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ കിടക്കും പറന്ന്. ഇത് വീഡിയോയിൽ കാണാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 6-7 കിലോ ഉണ്ട് ഒരൊറ്റ മീനട്ട. നമുക്ക് സൈസ് ഈ വീഡിയോയിൽ കാണാൻ നേരത്ത് അത്ര കറക്റ്റായിട്ട് ക്ലിയർ ആവണമെന്നില്ല. എന്തായാലും മാക്സിമം ഞാൻ ക്ലിയർ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ മുരുകാനന്ദട്ട. ഉള്ളതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ വലിയ മീനെ പിടിച്ച് പൊക്കിയാണുണ്ട്. അപ്പൊ ഇത്രയും ഉണ്ട് സൈസ്. അതുപോലെ നമ്മുടെ സാമിയണ്ണൻ 2-3 മീനെ പിടിച്ച് ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഇവിടെ വെക്കണ്ട്, കൂട്ടി വെക്കണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് സ്റ്റോർ റൂമിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യോട്ടെ. അപ്പൊ അതിനു മുന്നേ മീൻ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ഇഷ്ടം പോലെ നമ്മുടെ വലയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. ചറവറ എന്നും പറഞ്ഞായിരിക്കും മീൻ തന്നെ. നമുക്ക് വലയിൽ നിന്ന് തുടക്ക് മാറ്റി എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതിനു മുമ്പേ അടുത്ത മീൻ ഇങ്ങനെ വന്നോണ്ടിരിക്കോട്ടെ. ചൂരയാണോ തെരണ്ടിയാണോ ടേസ്റ്റ്, അല്ലെങ്കിൽ ചൂരക്കാണോ തെരണ്ടിക്കാണോ വില കൂടുതൽ? നിലവിലിപ്പോൾ ഉള്ളൊരു സീസൺ ടൈം വെച്ചിട്ട് ചൂരക്കാണ് വില കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും ചൂര കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. തെരണ്ടി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും തമ്മിലൊരു 10-30 രൂപയുടെ വ്യത്യാസമൊക്കെ ഉള്ളൂ. പക്ഷെ തെരണ്ടി അങ്ങനെ അധികം പറഞ്ഞില്ല. ചൂരയാണ് ഇപ്പം നിലവിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തെരണ്ടി 1-2 എണ്ണമൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നൊരെണ്ണത്തിനെ പിടിച്ച് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. ഓരോരോ മീനായിട്ട് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അധികം നേരം ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തായി പോവും. അതുകൊണ്ട് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ജസ്റ്റ് ഇറക്കി വെക്കണുള്ളൂ. ഇത് ഐസ് ചെയ്യണില്ല കേട്ടോ. ഐസ് ചെയ്യണ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം.
അങ്ങനെ ഒരു 1.5 മണിക്കൂർ തുറക്കത്തിന് ശേഷം ഒരു 6:30 ഞാൻ എണീറ്റ് അയിലപ്പാട്ടാണ് ബോട്ടിനകത്ത് വെച്ചേക്കണത്. എന്നോട് നീ ഇരുന്നല്ല ആ പാട്ടും കേട്ട് എണീറ്റ് ഇങ്ങനെ അണിയത്തിരിക്കണ സമയത്താണ് ദേ അവിടെ നിന്ന് ഒരു ചെറിയൊരു ബോട്ട് ഇങ്ങനെ ഓടി വന്നെ കാണണേട്ടാ. GPS-നകത്ത് ഇതിന്റെ പേര് നോക്കിക്കഴിഞ്ഞപ്പോ ഇമുല എന്നാണ്ട കാണിച്ചത്. ഇതൊരു ശ്രീലങ്കൻ ബോട്ടാണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൂട്ടത്തെ ഗിൽനെറ്റ് ബോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചൂണ്ട ബോട്ടാണെന്നാണ് തോന്നുന്നത്. 2 ബോട്ടുകളുണ്ട്, പെയറായിട്ടാണ് പോണത്. അതങ്ങനെയാണ്. ഡീപ് സീയിലേക്ക് നമ്മൾ വരാൻ നേരത്ത് 2 ബോട്ടുകൾ ഉണ്ടാവും. കാരണം ഒരു ബോട്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ബോട്ട് കെട്ടി വലിച്ചെങ്കിലും നമ്മളെ കരയിലെത്തിക്കോട്ടെ. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ലോങ് പോകാൻ നേരത്ത് 2 ബോട്ടുകളായിട്ട് പോകുന്നത്. ശ്രീലങ്കൻ ബോർഡറിൽ കയറി നമുക്ക് വലവിടാനായിട്ട് അധികാരമില്ല. അപ്പൊ അവർക്ക് വരാനായിട്ടുള്ള അധികാരം ഉണ്ടാവുന്നു, അതൊരു ഡൗട്ടാണല്ലോ. അപ്പൊ എന്തായാലും ബോട്ട് നോക്കി ഒരു വെറൈറ്റി കണ്ട മുകളിലൊക്കെ കയറിയ ആൾക്കാരൊക്കെ നോക്കി 2 ഏറ് ചൂണ്ടയും വലിച്ചിട്ടാണ് ബോട്ട് പോകണം, ഒട്ടച്ചൂണ്ടിട്ടിട്ടാണ് ബോട്ട് പോണത്. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയിടാനായിട്ട് ഓടി പോകണുള്ളൂ. ചൂര വന്നോണ്ടിരിക്കേണ്ട. ഇപ്പൊ ഏകദേശം ഒരു 10-250 ചൂരയോളം നമുക്ക് വലയിൽ കിട്ടിയിട്ടുണ്ടാവട്ടെ. അത് മാത്രമല്ല ചില ചൂരകൾ ഇങ്ങനെ വലയിൽ ഇങ്ങനെ അടിച്ചു വരുമ്പോഴേക്കും ബീഞ്ചിന്ന് തട്ടി നേരെ കടലിലേക്ക് പോകും. അപ്പൊ ഒരെണ്ണമാണെങ്കിൽ പോലും നമ്മ അത് വിട്ടുകൊടുക്കില്ല. നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലമുള്ളത് നേരെ എടുത്ത് കടലിലേക്ക് ചാടും. എടുക്കാൻ പറ്റണ ഒരു ആഴത്തിലാണ് അത് കിടക്കണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ മുങ്ങിപ്പോയി എടുക്കോട്ടെ. അപ്പൊ നൻപൻ നേരെ എടുത്ത് കടലിലേക്ക് ചാടിയതേ അതിനെ പൊക്കിക്കൊണ്ട് തന്നെ ഒരു കാഴ്ച വേണ്ടി കണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കടലിലേക്ക് ഇതുപോലെ ചാടിക്കഴിഞ്ഞാൽ കടലിനെ പേടിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടാ. കാരണം നല്ല ഒഴുക്കായിരിക്കുള്ളൂ. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഒന്ന് ചാടിക്കഴിഞ്ഞ് നമ്മൾ പൊന്തുമ്പോഴേക്കും നോക്കുമ്പോൾ ബോട്ടും നമ്മളും തമ്മിൽ കുറെ ദൂരം ഉണ്ടാകും വ്യത്യാസം. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ റോപ്പ് എടുത്തിട്ട് കൊടുക്കും. അതങ്ങനെയാണത്. കാരണം റോപ്പ് ഇട്ടാലേ നമുക്ക് പലർക്കും ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ ഫ്രീ ഡൈവ് ആണല്ലോ, സിലിണ്ടർ വെച്ചിട്ടൊന്നുമില്ല ഡൈവാണ്. ഫ്രീ ഡൈവ് ചെയ്യാൻ നേരത്ത് റോപ്പ് ഇട്ടാൽ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാലും റോപ്പിൽ പിടിച്ചിടന്നു കഴിഞ്ഞാലും നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റൂട്ടാ. പിന്നെ ഈ ബോട്ടിനകത്ത് ആഴക്കടലിലെ ചില പ്രത്യേകതരം മീനുകൾ കിട്ടാറുണ്ട്. അതിലൊന്നാണ്ടത് ഈ കാണുന്ന എസ്കോളാർ ഫിഷ് എന്ന് പറയും. ഞാൻ ഒരു വീഡിയോ ഇതിന്റെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു ആഴക്കടലിലെ ശീലാമീൻ എന്നാണ് പറയുന്നത്. ശീലാമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കിങ് ഫിഷ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇവർ കഴിക്കത്തൊന്നുമില്ല കേട്ടാ. അതിന്റെ കളറും അതുപോലെ കണ്ണെല്ലാം വ്യത്യാസം ഉണ്ടാവും. അതിനെ ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പ് ആയിട്ട് ഇത് കണ്ടത്. ഈ മീൻ ഇവിടെ കിടക്കണ്ടെങ്കിലും ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു സ്രാവ് കടിച്ചിട്ട് പോയിട്ടാ. വലിയ വലിയ സ്രാവൊന്നുമില്ല, ഈ ചെറിയ സ്രാവുകൾ ഉണ്ടാവും വലയിൽ കുടുങ്ങി കിടക്കണ മീനെ കടിക്കാനായിട്ട്. പക്ഷെ അന്നൊരു വലിയ കട്ടക്കൊമ്പം വന്നു കഴിഞ്ഞപ്പോ അതിന്റെ കൊമ്പ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ബാക്കിയുള്ള ഉടലും മൊത്തം വലിയ സ്രാവ് പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ ആ സ്രാവിനെ ഞങ്ങൾക്ക് വലയിലും കിട്ടി. 10-250 കിലോ ഉണ്ടായിരുന്നു. ഒരു മാക്കോ ഷാർക്ക് ആയിരുന്നട്ടെ. അതിന്റെ വീഡിയോ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണട്ടെ. അതിനെ പൊക്കി കയറ്റണവും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കണം. ഒരു ചടങ്ങ് തന്നെയായിരുന്നു. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിലിട്ടേക്കാട്ടെ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നല്ല സമാധാനപരമായിട്ട് വല പിടിച്ചിട്ടൊക്കെ വന്നിട്ടിരിക്കുന്നത് നോക്കിയേ. ഒരു വലിയ ആമക്കുട്ടം വന്നിട്ടുണ്ട്. കൂട്ടത്തിലെ ഏറ്റവും മൂത്ത കാർന്നോരാണ് ഈ കിടക്കുന്നത്. ചത്തിട്ടൊന്നുമില്ല. ആമ അങ്ങനെ പെട്ടെന്ന് ചാവൊന്നുമില്ല. അപ്പൊ വലയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ വലയിൽ നിന്ന് അഴിച്ചു മാറ്റി നേരെ കടലിലേക്ക് കളയോട്ടെ. അത് മാത്രമല്ല അന്തരീക്ഷം ഇങ്ങനെ പയ്യെ മാറി വന്നിട്ടാ. ഇങ്ങോട്ട് നോക്കാൻ നേരത്തെ സ്വർഗത്തിന്റെ വാതിലൂടെ ഓപ്പൺ ആയിക്കുന്നുണ്ട്. ചുറ്റും മഴക്കാരാണ്. അതിന്റെ നടുക്കേ കൂടി സൂര്യന്റെ രശ്മികൾ കടലിലേക്ക് പതിച്ചേക്ക് നോക്കി. എന്ത് ഭംഗിയുള്ള കാണാനായിട്ട്. ചില സമയങ്ങളിൽ ഇതുപോലത്തെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കടലിൽ കാണാൻ പറ്റൂടെ. കുറച്ചു നേരം കൊണ്ട് കടലിന്റെ സ്വഭാവം മാറി. നല്ല കാറ്റടിച്ചു തുടങ്ങി. ഒരു മഴക്കാരൊന്നും വേണ്ട. അതിന്റെ കുറെ കാറ്റായി തുടങ്ങി. നെയ്മീനോട് ഡ്യൂപ്ലിക്കേറ്റ്. നല്ല സമാധാനപരമായിട്ട് കിടന്നിരുന്ന കടലിതെ ഒരു കാറ്റ് വന്നു പോയപ്പോൾ തന്നെ അതിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറാനായിട്ട് തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തിരമാലകൾ ഇങ്ങനെ രൂപം കൊണ്ടുവന്നുണ്ട്. അതാ അവിടെ നോക്കൂ, നമ്മുടെ വലയിൽ എന്തോ കുടുങ്ങി വന്നിട്ടുണ്ട്. എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. വേറൊന്നുമില്ല, ആമയുണ്ട്. ഒരാമക്കുട്ടനാണ്. ഇങ്ങനെ മോളി കിടക്കുന്നുണ്ട്.
ആമക്കുട്ടൻ ബോട്ടിലേക്ക് കയറിയില്ല, അവന് ഭാഗ്യമുണ്ട്. വലിച്ച് വീഞ്ചിൽ ഇങ്ങനെ പൊക്കി കയറ്റാൻ നോക്കിയപ്പോഴേക്കും തട്ടി നേരെ കടലിലേക്ക് വീണ് രക്ഷപ്പെട്ട് വന്നിട്ടാ. പകരം ഒരു ചെറിയൊരു പന്നിക്കോലാൻ കയറി വന്നിരുന്നു. അത് മാത്രമല്ല, ചൂര മഴ കണ്ടിട്ടുണ്ടാ. വലയനാത്ത് ഇഷ്ടം പോലെ ചൂരണിതേ അടിച്ചടിച്ച് വന്നേട്ടാ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ടോട്ടാ. ഞാൻ പറഞ്ഞില്ലേ, മീൻ വന്നു കഴിഞ്ഞാൽ ചെറവറ എന്നും പറഞ്ഞായിരിക്കും മീൻ വന്നെ. ഇന്നലെ രാത്രി 12 മണിയായപ്പോ നമ്മ വല പിടിക്കാനായിട്ട് തുടങ്ങിയേണ്ട സമയം ഇപ്പൊ ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ടാ. ഇപ്പോഴും വല പിടിച്ച് കഴിഞ്ഞിട്ടില്ല. കിട്ടിയ മീനെല്ലാം നേരെ നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഉള്ളിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കേണ്ട. അടുത്തൊരു ഓലക്കൊടിയനട്ടാ. 10-15 കിലോ സൈസാണ്. നൻപൻ കടലിൽ ചാടി അതിന്റെ വാലിൽ റോപ്പ് കെട്ടിക്കൊണ്ടിരിക്കേണ്ട. നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ മീൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. അതുപോലെ നമ്മുടെ ഈ പച്ചക്കറികൾ ചീത്താവാതിരിക്കാനായിട്ടും സ്റ്റോർ റൂമിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. നല്ല ചൊകചൊകാന്നിരിക്കുന്ന തക്കാളി, ബ്രിഞ്ചാള്, ക്യാരറ്റ്, ക്യാബേജ് എല്ലാം ഉണ്ട്. ഐസാണല്ലോ ഇവിടെ, നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഐസ് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഇനി ഐസ് നമ്മ ഇവിടെ സ്റ്റെപ്പർ ഇട്ടുണ്ട്. സ്റ്റെപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ അറ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഓരോ സ്ലോട്ടുകൾ ഉണ്ടാവും. ആ സ്ലോട്ടുകളുടെ മുകളിൽ ഈ സ്റ്റെപ്പർ ഇട്ട് കഴിയുമ്പോ മീൻ ഉടയൂല. ഇതിന്റെ മുകളിൽ ഇനി ഐസ് കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മ മീൻ അതിന്റെ മുകളിലേക്ക് ഇടുന്നത്. അപ്പൊ നമ്മുടെ സരവണൻ ഐസ് കുത്തി പൊളിച്ചോണ്ടിരിക്കുന്ന ഈ കാണുന്നത്. അതുപോലെ നമ്മുടെ ബാലണ്ണൻ അവിടെ മുന്നിലുണ്ട്. ഭയങ്കര കട്ടയായിട്ടായിരിക്കൊണ്ടിരിക്കണത്. അപ്പൊ ഇതിങ്ങനെ പൊളിച്ച് നമ്മ ഷവലും കൊണ്ട് അടിച്ചിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഈ കാണുന്ന ചൂര ഇത് ബുള്ളറ്റ് എന്നും പറയും, അതുപോലെ സ്കിപ്പ് ജാക്ക് ട്യൂണ എന്നൊക്കെ പറയൂട്ടാ. തെരണ്ടി ഇവിടെ സ്റ്റോർ ചെയ്ത് കുടലൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. തെരണ്ടി ഇപ്പൊ ഒരുപാട് പേരുടെ കമന്റാണ് ഈ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഈ മീൻ കേടാവാതെ എങ്ങനെ ഇരിക്കണ്, നിങ്ങൾ എന്തെങ്കിലും പൊടി ചേർക്കണ്ടെന്നൊക്കെ. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലട്ടാ. നമ്മ ഈ സ്റ്റോർ റൂമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മ തന്നെ തണുത്ത് നല്ല കൂളാവും. അപ്പൊ ഈ ഇത്രയും അത്രക്ക് അടിപൊളിയായിട്ടാണ് ഈ സ്റ്റോർ റൂം പണിതേക്കണത്. പഫൊക്കെ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റോർ റൂമിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സരവണ, இந்த ஸ்டோர் ரூம்ல நம்ம ஐஸ் பண்ணும்போது மீனுக்கு மேல ஏதாவது பொடி கிட ஏதாவது வருமா? அதுதான் பண்ண மாட்டேன். என்ன இப்போ மீன் எப்படி ஃப்ரெஷ்ஷா இருக்கும்? இப்போ நம்ம முதல் நாள் பிடிச்ச மீன் எல்லாம் என்ன செய்யும்? அது அது எஸ்பியில போடும். എസ്പിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് അതായത് നല്ല മീൻ മാത്രമാണ് നമ്മ എക്സ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുള്ളൂ. ഈ എസ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഫസ്റ്റ് ടൈമൊക്കെ പിടിച്ച മീനുണ്ടല്ലോ, ആ ഫസ്റ്റ് ടൈം പിടിച്ച മീനൊക്കെ നേരെ കൊഴുത്തിട്ട എസ് പി മീൻ എന്ന എതുക്ക് പോകുന്നത് കൊളുത്തിട്ട കോഴിത്തീറ്റക്ക് മാത്രമല്ല കേട്ടാ, മാസ് ഉണ്ടാക്കാനായിട്ടും ചൂര് ഉപയോഗിക്കാറുണ്ട് കേട്ടാ. അപ്പൊ അതേ ഐസ് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഐസ് വെട്ടിയിൽ ഇറങ്ങണവര്, അതായത് ഈ സ്റ്റോർ റൂമിൽ പണിക്ക് ഇറങ്ങണവർക്ക് ഒരു കാപ്പങ്കോ ഒരപ്പങ്കെന്തോ ഷെയർ കൂടുതലുണ്ട് കേട്ടാ. കാരണം മുകളിലെ പണിയും എടുക്കണം, അതുപോലെ തന്നെ ഐസ് സ്റ്റോർ ചെയ്യാൻ നിൽക്കണമല്ലോ. ഒരു 2-3 മണിക്കൂറോളം ഈ ഐസ് പെട്രോളിൽ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള ജോലിയാണ്. കാരണം നല്ല കൂളിംഗ് ആയിരിക്കുള്ളൂ. ശരീരമൊക്കെ നിസ്സാര നേരം കൊണ്ട്
തണുത്തും പിന്നെ നമ്മ മുകളിൽ ഈ മഴയത്തും അതുപോലെ ഈ നനഞ്ഞു കുളിച്ചായിരിക്കുള്ളൂ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. നല്ല തണുപ്പായിരിക്കുള്ളൂ. അത് മാത്രമല്ല സ്റ്റോർ റൂമിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് അരപ്പങ്ക കാൽപ്പങ്ക എന്തോ കൂടുതൽ കിട്ടോട്ടെ. കൂടിപ്പോയി കഴിഞ്ഞാൽ 2 പേര് മാക്സിമം. അത് മാത്രമല്ല ഇപ്പൊ വലിയ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 പേരൊക്കെ ഇറങ്ങോട്ടെ. അല്ലെങ്കിൽ 2 പേരാണ് ഈ കാണുന്ന മൊത്തം മീനെ സ്റ്റോർ ചെയ്യണത്. സ്റ്റോർ ചെയ്യണ സമയത്ത് തന്നെ ഡാമേജ് ഉള്ള മീനും നല്ല മീനും വേർതിരിച്ചാണ് നമ്മൾ സ്റ്റോർ ചെയ്യണത്. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഡാമേജ് ഉള്ള മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വലയിൽ വന്ന് വയറ് കീറിയത് അങ്ങനെയുള്ള മീനുകളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ വേറെ വേറെ ആയിട്ടാണ് സ്റ്റോർ ചെയ്യണത്. വേറെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐസ് പെട്രോളിൽ തന്നെ വേറൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതേ നല്ല മീൻ ഇവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. നോക്കി, ഇതുപോലെയാണ് ഗിൽനെറ്റ് ബോട്ടിൽ ചൂര ഓരോന്നോരോന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണേട്ടാ. കിലോ സൈസ് ഇருக்கு. ഇത് നോക്കി എത്ര ഭംഗിയായിട്ടാണ് ആ മീൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ. ഓരോ മീനിന്റെയും സൈസ് അനുസരിച്ച് ഓരോരോ അറകളിലാണ്ട് ഈ സാധനം നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പൊ ഈ കിടക്കണെല്ലാം ഏകദേശം ഒരു 7-8 കിലോ സൈസുള്ള ചൂരകളാണ് നമ്മുടെ ഈ ഒരു അറയിൽ കിടക്കുന്നത്. ഇതിലും സൈസ് കുറവുള്ള ചൂരകൾ അടുത്ത അറയിലിടും. ആദ്യം സ്റ്റെപ്പർ വെച്ച് അതിന്റെ മുകളിൽ ഐസ് കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയതേ അതിന്റെ മുകളിൽ നമ്മൾ മീൻ ഇങ്ങനെ അടക്കി വെച്ച് ഇനി ലാസ്റ്റത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട ഇതിന്റെ മുകളിലേക്ക് ഐസ് ഇട്ട് അവൻ അങ്ങോട്ട് വിറപ്പിച്ച് അങ്ങോട്ട് കിടത്തട്ടെ ഐസിൽ. അങ്ങനെ സ്റ്റോർ റൂമിലെ കാഴ്ചകൾ കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വെയിൽ കുറച്ചങ്ങോട്ട് മൂത്തിട്ടുണ്ട് കേട്ടാ. അതുപോലെ അടുത്ത വല നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്. ചൂര കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഏകദേശം 350 മേലെയായി നമുക്കിപ്പോൾ കിട്ടിയാണ് ചൂരയുടെ എണ്ണം. അതായത് ഈ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൂരയുടെ എണ്ണം നമ്മൾ പിടിക്കും. കാരണം ഓണർ വിളിക്കാൻ നേരത്ത് ഓണറിന്റെ അടുത്ത് പറയേണ്ടതാണ് നമുക്കിന്ന് എത്ര ചൂര കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് എണ്ണം പിടിച്ചായിരിക്കുള്ളൂ നമ്മൾ ഓരോ മീനും സ്റ്റോർ റൂമിലേക്ക് ഇറക്കണേട്ടാ. ഞങ്ങൾ വലയൊക്കെ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിന് ചൂരെല്ലാം കിട്ടിയിരുന്നുണ്ടോ. നല്ല നീല ആകാശം, സ്കൈയുടെ ടെക്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ചിന്നിച്ചെറി നിൽക്കണ മേഘക്കൂട്ടങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേ കണ്ടോട്ടെ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നോക്കി കണ്ട, സൂപ്പർ അല്ലേ? നമ്മുടെ പയ്യനോട് മാഹിനെ പിടിച്ചിരിക്കുന്നുണ്ട്. പർലാമീൻ എന്ന് പറയും. മെയിൻ ആയിട്ടുള്ള പേര് ചെയിങ്കവർ എന്ന് കേരള നൻബന്ധ ഇവിടെ സൂപ്പർമാനായിട്ടൊക്കെയാണ്. വേറെ ജെറ്റിയൊക്കെ ഇട്ട് ഇന്നലെ ട്രിമ്മർ വെച്ച് താടിയെല്ലാം പഠിച്ചു പുള്ളിക്കാരൻ. എന്റെ അവസ്ഥ എന്റെ ശത്രുക്കൾക്ക് പോലും കൊടുക്കില്ലേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത്. നാട്ടിലൊരാൾക്ക് ചിക്കൻ ബോക്സ് ആയതിന്റെ പേരിൽ അവിടെയൊക്കെ ആ പരിസരത്തേക്കേ പോവാണ്ട് ഈ കടലിലേക്ക് വന്നൂലാന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇന്ന് സ്റ്റേറ്റ് വിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇന്നത്തേക്ക് 7 ദിവസം കടലിലേക്ക് വന്നിട്ട് ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഇതിനകത്തൊരു പയ്യനുണ്ട്. പുള്ളിക്കാരന് വെള്ളിയാഴ്ച ആയപ്പോ പനിയൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയപ്പോ തന്നെ ശരീരത്തിൽ ചെറുതായിട്ടൊക്കെ പൊന്തി തുടങ്ങി. അപ്പൊ എന്താണ് സംഭവം ഇപ്പോഴാണ് അറിയണത്. എന്തൊക്കെ പൊന്തിരിക്കാണ്, ചിക്കൻ ബോക്സ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മായി കയറണം എന്തോന്ന് പറയണത്. അതായത് സാമി കയറണം എന്ന് പറയും. സാമി കയറണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് തമിഴ്നാട്ടില് ഭയങ്കര റിലീജിയനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അവരുടേതായ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ സാമി കയറിയിട്ട് നമുക്ക് തന്നെ പണിഷ്മെന്റ് ആണ് ഇവന്റെ കുരുകൾ എന്നാണ് പറയണത്. അവർക്ക് അവരുടേതായ വിശ്വാസം, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. ചിക്കൻ ബോക്സ് ആണെന്നാണ് കണ്ടിട്ട് തോന്നണത്. സ്റ്റേറ്റ് മാറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ദൈവമേ ഈ നടുക്കടലിൽ ആര് വേപ്പ് അന്വേഷിച്ച് എവിടെ പോകാനാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ പറയുകയൊക്കെ ചെയ്ത് ശരിയാണ്, ഈ വേപ്പിലൊക്കെ കിടത്തുമെന്ന് പറഞ്ഞിരുന്നു. സംഭവം തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഞായറാഴ്ച തിങ്കളല്ലെങ്കിൽ ചൊവ്വ അറിയാം ഇനി അടുത്തത് ആർക്കാണ് വന്നേന്നുള്ളത്. പോട്ടെപ്പാ, ടാറ്റ. കാറ്റ് മഴ വരണ്ട, മഴ അവിടെ മഴ വരുന്നു. കുറച്ചു മുമ്പ് ഞാൻ കാണിച്ചപ്പോ നല്ല തെളിഞ്ഞ ആകാശം വരുന്നു. ഒരു അരമണിക്കൂറായിട്ടുണ്ടാവട്ടെ. ഇപ്പൊ നോക്കി നല്ല ഇടിച്ചൂത്തിയുള്ള മഴ അവിടെ നിന്ന് വന്നിട്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിസ്സാര നേരം കൊണ്ട് കടലിന്റെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കട്ടെ. നല്ല കാറ്റ്, മഴ വന്നാച്ച്.
അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെന്ന് വേണം. എന്തായാലും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് സാധനമാണ് ചൂര ചുക്ക. ചൂരയും പന്നിക്കോലാനും കൂടിയും ചുക്കാക്കിയാണ്. പിന്നെ തണുത്ത കന്നി രാവിലത്തെ ഭക്ഷണം ഉണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കണ്. ചിരി നൻപന്റെ മീശയൊക്കെ ഓടിച്ച് ചുക്ക ചുക്ക സൂപ്പർ സാധനമാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് സാധനം. ഫേവറേറ്റ് ആണ്. അടിപൊളി സാധനമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ആകാശം ഇരുണ്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരുണ്ട് കൂടി ഇങ്ങനെ നല്ല കട്ടക്ക് ഇങ്ങനെ നിൽക്കേണ്ട മഴക്കാര് ഇപ്പൊ തന്നെ ഒരു തകർക്കൽ അങ്ങോട്ട് തകർക്കും. എന്താ പറയാ, പെട്ടെന്ന് മൂഡ് സിൻസ് തന്നെ ഒരേ ഒരു സംഭവം ഉള്ളത് ഈ കാണുന്ന കടലിട്ട. മിനിറ്റിനാണ് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നത്, ഇപ്പൊ ഇനി മഴ തകർക്കാനായിട്ട് തുടങ്ങിയാണ്. അതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് നല്ല കാറ്റും വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പയ്യെ ഞങ്ങൾ വല പിടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നത്. സൈഡിലേക്ക് നോക്കാൻ നേരത്ത് നല്ല വെട്ടവും വെളിച്ചവും ടെക്സ്റ്റേഴ്സ്, അതായത് സ്കൈയിൽ മറ്റേ ക്ലൗഡ്സിന്റെ ടെക്സ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതേസമയം ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് നോക്കി ഇടിച്ചു കുത്തി അവിടെ നിന്ന് ഒരു പേമാരി കണ്ട വന്നോണ്ടിരിക്കണ കണ്ട. ഇതാണ് കടലിലെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാല്. ആ സൈഡിൽ നിന്ന് മഴ ഇങ്ങനെ കുത്തി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ചെറിയ തുള്ളികളൊക്കെ നമ്മുടെ ക്യാമറയിൽ ഇങ്ങനെ വീണ് തുടങ്ങുന്നുണ്ട്. ഇവിടെ ഈ കാറ്റത്ത് ഇങ്ങനെ നിൽക്കാനായിട്ടുണ്ടല്ല, അതൊരു പ്രത്യേക ഫീലാണ്. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ പറഞ്ഞതേ മഴയുടെ ഉള്ളിൽ നമ്മ പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചു നേരം നമ്മ ഈ മഴയുടെ ഉള്ളിലായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ആ വഴിക്ക് അങ്ങോട്ട് പോകട്ടെ. മഴ വന്നു കഴിഞ്ഞപ്പോ കൂട്ടത്തിൽ ചെറിയൊരു കാറ്റിനെയും കൊണ്ടുവന്നിരുന്നു. പുള്ളിക്കാരൻ വന്ന് പോയി കഴിഞ്ഞപ്പോ കടലിലെ സ്വഭാവം മാറിയിടത് ഇങ്ങനെ പയ്യെ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഇങ്ങനെ റോളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടലിൽ മഴ പെയ്യാൻ നേരത്ത് കാറ്റുള്ളതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കും ഇങ്ങനെ വീശിക്കൊണ്ട് തന്നെ. അപ്പൊ ആ ഒരു സൈഡിലെ ചില്ല് നമ്മ ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലെ ചില്ല് നമുക്ക് തുറന്നിടാൻ പറ്റൂട്ടെ. അതേസമയം നേരെയാണ് മഴ വന്നേന്നുണ്ടെങ്കിൽ നമ്മ എല്ലാ സൈഡിലെ ചില്ലും അടച്ചിടേണ്ടി വരും. ഉള്ളിൽ കയറിയുമ്പോൾ ശ്വാസം മുട്ടണ പോലെ തോന്നൂട്ടെ. അങ്ങനെ നമ്മുടെ സ്രാങ്ക് കുറച്ചു നേരം ഉറങ്ങാനായിട്ട് കിടന്ന് ബോട്ടിന്റെ കയ്യിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 1/4 മണിക്കൂറും കൂടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സീ ആങ്കർ കടലിലേക്ക് എത്തും. സീ ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരച്യൂട്ട് വല പിടിക്കണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ പാരച്യൂട്ട് നേരെ കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ ഇവർക്ക് ഉറങ്ങാനായിട്ടുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ റിപ്പീറ്റേഷൻ വീണ്ടും തുടങ്ങിയാണ്. വല നേരെ കടലിലേക്ക് ഇടുന്നു. വീണ്ടും ഒരു 10-11 മണി 12 മണിയാകുമ്പോൾ വല എടുക്കല്. ഇനിയിപ്പോ പണി മോശം പേരിൽ 2-3 ദിവസമൊക്കെ ഓട്ടം വേറെ സ്ഥലത്തേക്ക് ഓടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം രാത്രി മാത്രം ഇവർക്ക് ഉറങ്ങാൻ പറ്റും മര്യാദക്ക്. രാവിലെ നമുക്ക് വല കെട്ടേണ്ടവരോട്ടെ. അപ്പൊ അതെ ഈ കാണുന്നതാണ് പാരച്യൂട്ട് ഇട്ടാ സീ ആങ്കർ എന്ന് പറയും. അപ്പൊ ഇത് നേരെ കടലിലേക്ക് തട്ടണേണി കാണുന്ന. ഇവിടെ നമ്മ ആങ്കർ ഇടാത്തതിന്റെ കാരണം ഇവിടെ 10,500 ഭാഗം വെള്ളമുണ്ട്. 1500 FM ഡീപ്പോളുണ്ട് ഫാത്തം മീറ്റർ. അപ്പൊ 1500 ആളുകൾ മുകളിൽ നിൽക്കുന്ന ഹൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തേക്ക് വന്ന് ബോട്ടിന്റെ എഞ്ചിനെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കാറ്റും അതുപോലെ വെള്ളമൊഴുക്ക് കാരണം നമ്മൾ ഈ സ്ഥലത്തുനിന്ന് 3-4 നോട്ടിക്കലൊക്കെ ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഈ പാരച്യൂട്ട് ഇടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിരിഞ്ഞ് വെള്ളം പിടിച്ച് നമ്മ സാധാരണ ഒഴുകിപ്പോണേലും കുറച്ച് മാത്രമേ നമ്മൾ ഒഴുകിപ്പോളുണ്ട്. അതാണ് ഇതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഡീപ് സീ ഗിൽനെറ്റ് ബോട്ടുകളിലും അതുപോലെ നോർമൽ ബോട്ടുകളിലൊക്കെ ചൂണ്ടപ്പണിക്കൊക്കെ പോകാൻ നേരത്ത് നമ്മുടെ ഈ പാരച്യൂട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ സീ ആങ്കർ ഉണ്ടാവും. പണിയെല്ലാം ഒതുങ്ങിയതിന് ശേഷം എല്ലാവരും ഒരു ഉറക്കം, കൂട്ടത്തിൽ ഞാനും കിടന്നുറങ്ങിയാണ്. ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കണ്ടാലാം. അപ്പോൾ വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ടാറ്റാ.